ഹായ് ഫ്രണ്ട്സ്. അതാണ് ടാസ്ക് ആണ് ഇതൊക്കെ. അതെ അതെ. എന്തായാലും ഞങ്ങള് നമ്മുടെ യാത്ര തീരുന്നേക്ക് നമുക്ക് ഇതിനെ ഒരു വ്ളോഗർ ആക്കി എടുക്കണം. അപ്പൊ ഞങ്ങൾ ഇന്നലെ നിന്ന റൂമിൽ തന്നെയാണ്. ഇനിയിപ്പോ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. പിന്നെ പല്ല് തേക്കണം, കുളിക്കണം. മതിയടി, അത്ര സ്വാഗതം മതി. അപ്പോ കുഞ്ഞാറ്റ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താ ഈ റൂമിൻ്റെ ഒക്കെ കോലം? വേഗം മടക്കി വെക്കുക, നമുക്ക് പോകണ്ടേ? ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ കണ്ടോ ആശ്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റൂമിൽ. ടിഷ്യൂ പേപ്പർ, ഇത് എന്തോ ഭാഗ്യത്തിന് കുഞ്ഞാറ്റ കണ്ടിട്ടില്ല നമ്മുടെ ടിഷ്യൂ പേപ്പർ. അയ്യോ, കണ്ട് പറഞ്ഞില്ല, അതിന് മുമ്പ് കണ്ട്. ആൻസി എല്ലായിടത്തും ഒക്കെ ഇത് എനിക്ക് കുളിക്കണം, കുളിച്ചിട്ട് വരാം. എനിക്ക് പല്ല് തേച്ച് കുളിച്ച് ഞാൻ വൃത്തിയായിട്ട് വരാം. വലിയ പരിപാടി. ഇനി ആ ടിഷ്യൂ മൊത്തം തീർക്കണം, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി എന്നാൽ ഞാൻ ഒന്ന് പല്ല് വെച്ചിട്ട് തുണിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ. നമ്മുടെ ഇതിൻ്റെ പൊക്കത്തൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണക്കാനിടുന്നത്. ഇവിടെ ഒരാൾ പല്ല് തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പനും മോളും പല്ല് തേപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. എഡ്ജിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ പിന്നെ പല്ല് തേപ്പായി, കുളിയായി. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോൾ പോവും? ആ ആ അതെന്ത് കൊച്ചു കുളിക്കുന്ന ഇതിലാണ് കുളിച്ചത്. ഷവറാണത്. എന്തോന്ന് പറഞ്ഞത് ഇപ്പോ? ഷവർ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം റെഡി ആകാവേ. ഞാൻ റെഡിയാണ്. ഇവർ രണ്ടിനും ഒന്ന് റെഡിയാക്കുക എന്നുള്ളതാണ് ഇനി മെയിൻ ടാസ്ക്. മതി, മേക്കപ്പ് നോക്കിയത് മതി. നീ സാധനങ്ങളെല്ലാം എടുത്തോ? നീ ഒരു മെയിൻ സാധനത്തെ മറന്നു. വേണ്ട വെക്കണ്. ആ, അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങാം കേട്ടോ. പോവാ. ഇത് കൊച്ചിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. കൊച്ചിൻ്റെ അൽക്കുലത്ത് സാധനങ്ങൾ, കളിക്കാനുള്ള സാധനങ്ങൾ. ആ അൽക്കുലത്ത്. അപ്പോൾ നമുക്ക് പോവാം. ഒന്നും എടുക്കാനില്ലല്ലോ ആൻസി, ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ആൻസി, വണ്ടീൻ്റെ കോലം തിരിഞ്ഞല്ലോ അല്ലേ? എൻ്റെ പൊന്നെ, ഒന്നും കൂടി ഒന്ന് കഴുകേണ്ടി വരും കേട്ടോ. സാധനങ്ങളെല്ലാം നമുക്ക് വണ്ടിയിലേക്ക്. എന്നാൽ പിന്നെ ഒരു പണി ചെയ്താലോ, ഇവിടുന്ന് ചായ കുടിച്ചിട്ടങ്ങ് പോയാലോ? കുഞ്ഞാരെ തല മാറ്റിക്കേ. ഇവിടുന്നേ ചായ കുടിച്ചിട്ടങ്ങ് പോയാലോ അല്ലേ? നൈസായിട്ട് ചായ കുടിക്കുക. അതാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കുക്ക് ചെയ്താൽ മതിയല്ലോ. 2 നേരം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വലിയ പാടാ. ഇതിവിടെ വെക്കട്ടെ. ഇത് ഉണങ്ങിയില്ലേ? ഉണങ്ങിയത്. ഓ, ഇനിയിപ്പോൾ 2 ദിവസം തുണിയെ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ആ, ഇത് ആ ഒരു ബക്കറ്റ് വെച്ചില്ല. അതെനിക്ക് തോന്നുന്നു അവർക്കറിയാം ആൾക്കാർ വന്ന് കഴുകുമെന്ന്. അതാ സംഭവം. അപ്പം എന്തായാലും ഇതെന്താ ഒരു 2 പേര് ഒരു ദിവസം നിൽക്കുന്നതിന് ഇതിന് ഇത്രമാത്രം വാണ്ടക്കെട്ടുന്നതിനതല്ലേ? ഏയ്, ആ ചെളിയാ എൻ്റെ കുഞ്ഞെ കയ്യിൽ നോക്കി. എൻ്റെ പൊന്നെ, ആ എങ്ങനെ കഴുകിയെടുത്ത കയ്യെ രാവിലെ അലമ്പാക്കി. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ നിന്ന റൂം കേട്ടോ. ഗ്രീൻ വില്ല ഫാമിലി റെസ്റ്റോറൻറ്റ് റൂംസ് എല്ലാം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് നൈസായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. ഓടണുണ്ടോ? ഉള്ളിലൊക്കെ ഫുള്ള് സെറ്റപ്പ് ആയിട്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മളിപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. ഭയങ്കര കാര്യമായിട്ട് നോക്കണ്ടല്ലോ. എനിക്ക് ബ്രെഡും ബട്ടറും മതി. മതിയോ? ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി ദോശ. ഇഡ്ഡലി ഉണ്ട്. എനിക്ക് ഇഡ്ഡലി മതി. ഇവൾക്ക് കൊടുക്കാൻ 2 ചായയും പറയാം അല്ലേ? വെള്ളം വേണോ? വെള്ളം വേണ്ട. അല്ല, നമുക്ക് കുടിക്കാൻ ഭയ്യ. ഹോട്ടലിൽ എന്താ പരിപാടി കണ്ടോ? പഞ്ചാബിയായോ? പഞ്ചാബി ആയി തോന്നുന്നു. ബല്ല ബല്ല ബല്ലാരേ ഓ എന്നൊക്കെ പാടുന്നു. ഓടി വാ. എവിടെയാടാ? ആ, അത് നമുക്ക് എടുത്തു കൊടുക്കാം കേട്ടോ. വേണ്ട, ഇപ്പൊ എടുത്തു കൊടുക്കാം. നമ്മൾ ആ ചേട്ടന്മാര് വരുമ്പോ നമുക്ക് എടുത്തു കൊടുക്കാം. ഗുഡ് ഗേൾ കേട്ടോ. ഒരു 50 രൂപയായിരുന്നു കേട്ടോ. അത് എടുത്തിട്ട് ഇവിടെ ഒരു ആള് വന്നു, ആളെ കൊടുത്തു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. സ്റ്റാഫ് അത് നേരെ കീശയിലേക്ക് ഇട്ടു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്നുള്ളതെന്ന് നോക്കാം. എനിക്ക് ബ്രെഡ് മതി. ഇനി എന്താണെന്ന് അറിയോ? ഇനി കൂടുതൽ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് പോഹയാണ്. അത് കഴിച്ചാൽ നമ്മൾ പോഹയാവും. എനിക്ക് ഇഷ്ടമല്ല പോഹ. അപ്പൊ കാത്തിരുന്ന് ആൻസിന്റെ പൂരി നല്ല വലിപ്പമാണല്ലോ ആൻസി. നല്ല ചൂടും.
ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇതിനാണ് അച്ചാറോ? സാധനം എങ്ങനെയുണ്ട്? സൂപ്പറാ? ശരിയാ, സൂപ്പറാ. എനിക്കൊരു കഷ്ടം. അപ്പോൾ എന്തായാലും എൻ്റെ ഒന്നും വന്നില്ല, ഞാൻ ചായ പറഞ്ഞിട്ട് എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി കാണാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? മതിയായിരുന്നു. കൊള്ളാം, സൂപ്പർ. ഇത് കണ്ടോ കുഞ്ഞാറ്റെ? എടി ഇതെന്റെ വീടാണോ? ഏറ്റുവാ പോവാ. കൊള്ളാം. എന്തായാലും അവസരം മാക്സിമം മുതലാക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡായിരുന്നു. അടിപൊളി ഫുഡ്. 270 രൂപയാണ് ആയത്. കാരണം ഞങ്ങൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഗ്ലാസ് പാല് മേടിച്ചു കേട്ടോ. കുടിച്ചൊന്നും ഇല്ല, എങ്കിലും ഞങ്ങള് കുടിച്ചു. ഞങ്ങള് ലാസ്റ്റ് കുടിക്കേണ്ടി വന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അതിന് ശേഷം അവള് പാലൊന്നും കുടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ നമ്മുടെ ചായ ഒന്നും അങ്ങനെ വലിയ ഇവിടുത്തെ ചായയൊന്നും നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവിടുത്തെ ചായ നല്ലതായിരുന്നു. ആണ്, പക്ഷെ ഇവൾക്ക് ചായ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പാല് മേടിച്ചത്. ഇവളത് കുടിച്ചില്ല. അതുകൊണ്ട് 270 രൂപയായി. പക്ഷെ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെയൊക്കെ ഉച്ചവരെയല്ലേ ക്ലാസ് ഉള്ളൂ അല്ലേ? പിള്ളേര് പോകുന്നതാണോ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇവര് ക്ലാസ് ഉച്ചവരെയല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ എന്റെ ചോദ്യം. ഇവര് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോവാന്നല്ല. സ്കൂൾ ബസ് ചെറിയ ബസ്സാന്ന് തോന്നുന്നല്ലേ? കുറഞ്ഞ പിള്ളേരും ഉള്ളു താനും. എല്ലാരും ഇരുന്നോ? ഞങ്ങൾക്ക് ടാറ്റാന്ന് ഉരുണ്ടിട്ട് വീഴൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്കുന്നത് അവിടെ എന്തോ ഒരു കൃഷി കാണുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയില്ല. കൃഷിയല്ല, എന്തോ റോസാപ്പൂ ആണെന്നാണ് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത്. റോസാപ്പൂ ആണോ? എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് കേറിയാലോ? പോയി ചോദിച്ചു നോക്കാല്ലേ? എന്താ നടക്ക് കുഞ്ഞാറ്റേ? ഓളല്ലേടി? അവിടെയൊക്കെ പട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ആ യെസ്. എന്തായാലും നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാട്ടോ ആദ്യം. അങ്ങോട്ട് വിടുമെന്ന് അറിയില്ല. ഞങ്ങളിത് ഈ വീട്ടിൽ നോക്കി, പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ പറമ്പിലേക്ക് വന്ന പണിക്കാർക്ക് ഡ്രസ്സ് മാറാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ആ കൃഷീന്റെ നടുക്കുണ്ട്, ആർക്കോ ഉണ്ട്. പോയി നോക്കാം എന്താ സംഭവം എന്നറിയില്ല. ഈ ചേച്ചിമാരെടുത്ത് ചോദിച്ചാൽ അറിയായിരിക്കോ? ചേച്ചിമാര് വേറെ ഇല്ലേ? ഇവരൊക്കെ ചവിട്ടുമ്പോ താന്നു പോവാണല്ലോ. അപ്പൊ ഞങ്ങളിതാ ഇവിടെ 2 ചേച്ചിമാര് നിൽപ്പുണ്ടോ. ചേച്ചിമാരോട് ചോദിച്ചോ. അപ്പൊ ചേച്ചിമാര് പറഞ്ഞു ബനാവോ പറഞ്ഞു. വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. അത് സംഭവം എന്താന്ന് വെച്ചാല് റോസയാണല്ലേ. നല്ലൊരു ഈ വെട്ടിയിട്ടേ നല്ലൊരു തളുപ്പ് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയാണ്. അത് ഈ റോസ ചെടിക്ക് വേറെ പ്രത്യേകത എന്താ? കരിഞ്ഞു പോണ വെയിലത്ത് വെക്കണം. എങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ അടിപൊളിയായിട്ട് വളരും. പിന്നെ പൂവിന്റെ ഇത് കഴിയുമ്പോ കട്ട് ചെയ്ത് വിടണം. കുഞ്ഞെ പൂ പറിക്കരുത് കേട്ടോ. പക്ഷെ അതല്ല, ഒന്ന് വലിച്ചു നോക്കിയൊക്കെ ഇവിടുന്നിട്ട് നല്ല മണം അല്ലേ? നല്ല പൂ കേട്ടോ. എന്താ ഈ ഒരു കളറാണ് മൊത്തം. ശരിക്കും പൂ പറിച്ചതാന്ന് തോന്നുന്നല്ലേ? രാവിലെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നടുക്ക് ഈ കാടും കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മൊത്തത്തിൽ മനസ്സിലാവില്ലല്ലേ? ഇതെന്നാ ഫാൻസി, നമ്മൾ ഇത്രയും കാലം യാത്ര ചെയ്ത റോസപ്പൂവിന്റെ ഒരു തോട്ടം ആദ്യമായിട്ട് കാണുമല്ലേ? കുറച്ച് വെയിലും കൂടി വേണമായിരുന്നു. അല്ല വെയിലല്ല, കുറച്ച് വെയിൽ കുറവ്. എന്താ കൊച്ചു നടുവിനൊക്കെ കൈ കൊടുത്ത് നടക്കണം? അടുത്തോ? ഇല്ല, പൂവൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പറിക്കരുത് കേട്ടോ. ഒരു പൂ പോലും പറിക്കരുത്. നമ്മൾ അങ്ങനെ ദ്രോഹം ചെയ്യരുത് ആർക്കും. നമുക്കൊരു അവസരം തന്നപ്പോ അവരെ ദ്രോഹിക്കരുത്. ഓ വാവ്. ഇത് കൊള്ളാം. ഈ മരത്തിലൊക്കെ ഇതില് നിറച്ചു പോകുന്നുണ്ടല്ലേ? കുഞ്ഞാറ്റ അവിടെ നിന്നോ പൂവിന്റെ കൂടെ നിന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയാ എന്നിട്ട് പറിക്കല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. ഓ ഒരേ കളറാണ്. ആണോ? ആ കുഴപ്പമില്ല. ഇത് വലുത്. നീല കളർ. പൊളിച്ച്. മോട്ടർ ഉണ്ടോ? പകുതിയിൽ നിർത്തിയേക്കുന്നത്. ഇത് കപ്പി സെറ്റപ്പ് കേട്ടോ. ഈ ചേച്ചിമാരാണ് നമ്മുടെ അടുത്ത് റോസപ്പൂവൊക്കെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് വെള്ളം വേണോന്നൊക്കെ ചോദിച്ചു. വേണോടി? വെള്ളം വേണോ? നല്ല തെളിഞ്ഞ വെള്ളമാണ്. ധൈര്യമായിട്ട് കുടിക്കാം. കൊച്ചിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കേ. പിടിച്ചിട്ടുണ്ടെങ്കിൽ നാം ക്യാ ഹൈ? നാം
ഞാൻ രൂപതി രൂപാലി. ഇതെന്താണ്ടോ ഇത് ഇത് നമ്മുടെ മാതളം മാതളം കഴിച്ച് കിടപ്പുണ്ട്. ലഡാക്ക് ലഡാക്ക് അതിന് വെള്ളം എടുത്ത് കുടിക്കുക. നല്ല തണുപ്പടി വെള്ളത്തിന്. ആണോ? കനാസിലെടുത്ത് കൊടുക്കണം. സോ കൂളിംഗ്. നല്ല തണുത്ത വെള്ളം കേട്ടോ. കുഞ്ഞാ ടീഷർട്ട് നല്ലതാണോ കുഞ്ഞാറ്റെ? കുഞ്ഞാറ്റിന്റെ സൗണ്ട് നിനക്ക് വേണോ? എനിക്ക് വേണം. കയ്യെ പിടിക്കണം. ഇവിടെ പറയുന്നടി ഞാൻ വെള്ളം കുടിക്കട്ടെ. നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ. ആണോ? അപ്പൊ ഞങ്ങൾ ചോദിച്ചോട്ടോ ഈ റോസപ്പൂ ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞത് ഒന്ന് മെയിൻ കാര്യം പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകും. പൂക്കളുടെ ഷോപ്പ് അങ്ങനത്തെ കടകളിലേക്കൊക്കെ. വേറൊരു കാര്യം അറിയോ? എന്താണ്? ഈ പാടല്ലേ ഇത് മൊത്തം അത് ചെയ്തിരുന്ന കൃഷി റോസ് തന്നെയായിരുന്നു അല്ലേ? റോസ് തന്നെയായിരുന്നു. അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അത് പറിച്ചു കളഞ്ഞ. ഇതുവരെ ഷെഡാട്ടോ. എന്റെ സൈഡ് പോണോത്താണ് ഞാനും പോണേ. കയ്യെ പിടിക്കാനിട്ട് സമ്മതിക്കോ ഇല്ല. അതാണ് കിടക്കുന്നത്. ഇതുണ്ടോ ഞാനോ വരുന്ന വഴിയുണ്ടോ അവിടെ ഒരു സിമെന്റിന്റെ പൊട്ട് ഇങ്ങനെ ഇട്ടിട്ട് നിറച്ചതായി കിടക്കുകയാണേ. അതിൽ കൂടിയാണ് ഞാൻ കയറി വരുന്നത്. ഒരു ചെറിയ പാലം. ഇതേ ഞങ്ങള് വരുന്ന വഴിയുടെ കോലം കണ്ടോ? മൊത്തം മണ്ണ്. ഇതൊക്കെ മാപ്പ് പറഞ്ഞ വഴി കൂടി ഒന്ന് കേറി നോക്കിയത് കേട്ടോ. ആകെ സീനായി. അല്ല കേറി കുടുങ്ങി. റോഡില്ല. ഇത് ഇവരുടെ പാടത്തിലേക്ക് മഴ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്താ അറിയോ? ഉണങ്ങി കിടക്കുക. ഇവരെ പാടത്തിൽ കൂടി പാടത്തിലേക്കൊക്കെ ചിലപ്പോ വണ്ടിയും കൊണ്ടൊക്കെ പോകുന്ന വഴിയായിരിക്കും. ഇപ്പൊ ഒരു മാപ്പ് ആയിട്ടുണ്ട്. ഇതെന്താ എന്തെന്നാ വീട്ടിലെല്ലാട്ട് നല്ല അടി കിട്ടുന്നു തോന്നേ. അവിടെ മങ്കിയാണെന്നുള്ളല്ലേ? ഇതെന്റെ ഉമ്പാണ്ട് സാധനം തിന്നെ. ഇതുണ്ടോ ഞങ്ങള് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങിയത് കേട്ടോ. ഓറഞ്ച് തോട്ടാണ്. അത്യാവശ്യം ഓറഞ്ച് ഉണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്നോട് ആരോ ചീത്ത പറയാ. ആ പശുവിനോടാട്ടോ. പശു അല്ലല്ലേ ഇത്? ഇതെന്താണ് ശരിക്കും? മൂരി കാളല്ലേ? ഇത് കണ്ടോ ഓറഞ്ച് അത്യാവശ്യം വലിയ ഓറഞ്ചാട്ടോ. തോട്ടത്തിനുള്ളിൽ പണിക്കാനുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കൈ വെച്ച് നല്ല തട്ട് കൊടുക്കുമ്പോ ഫാൻ കറങ്ങുന്നുള്ളൂ. ആണോ? എനിക്ക് തോന്നുന്നു ആ ഫാനിന്റെ ഉള്ളില് കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ട് ഫാനിന്റെ ബുഷൊക്കെ ഉണ്ടല്ലോ, ആ ബുഷൊക്കെ ശരിക്കും റിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെ റിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു നോക്കാം. ഇതൊന്നും ഒരു കംപ്ലൈന്റ് ആയിട്ട് കാണുന്നത്. എല്ലാ വണ്ടിക്കും വരുന്ന കംപ്ലൈന്റ് ആണ്. നിലത്ത് വേണ്ടിട്ടല്ലേ ഓറഞ്ച് എടുത്തേ കളഞ്ഞു ഞാൻ. അങ്ങനെ ഇതാ ഒരു ചെക്ക് പോസ്റ്റും കൂടെ എത്തിട്ടോ. മധ്യപ്രദേശിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ആണേ. ഇതിപ്പം ലോറിക്കാർക്കുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലം ഇതാട്ടോ. ലോറിക്കാരെ പെർമിറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ. ചെക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ. കുറേ ലോറിക്കാർ കയറുന്നുണ്ട്. അതേ സ്ഥലത്ത് കൂടെ തന്നെ ഇറങ്ങുകയും ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇതിലിറങ്ങും. ഇങ്ങനെ ഒരു ചെക്കിംഗ് ഒക്കെ നല്ലതാ. അത് എന്താണെന്നറിയോ, ഓരോ സംസ്ഥാനം കേറുന്നല്ലേ, ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് അവര് വിടുന്നത്. അപ്പൊ നമുക്കൊന്നും അങ്ങനെ ഒരു ചെക്കിംഗ് ഇല്ല അല്ലേ? ഇത് അവർക്ക് എന്താ വെച്ചാൽ നാഷണൽ പെർമിറ്റ് വണ്ടികളാണ്. അപ്പൊ ഓരോ സംസ്ഥാനത്ത് കയറുമ്പോ അവര് പെർമിറ്റ് ഒക്കെ കാണിച്ച് എടുക്കണം, ചെയ്യണം. നമുക്ക് എന്താ വെച്ചാൽ നമ്മള് പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഫ്രീ ആണ്. ഓൾ ഇന്ത്യ പെർമിറ്റ് ഫ്രീയാ പ്രൈവറ്റ് വണ്ടിക്ക്. നമ്മളെ ജസ്റ്റ് പോലീസുകാരൊക്കെ ചെക്ക് ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ 6ാമത്തെ സംസ്ഥാനം കയറി. 6ാമത്തെ സംസ്ഥാനമായ മധ്യപ്രദേശ് കയറി നമ്മള്. ഭോപ്പാലിലേക്ക് 291 കിലോമീറ്റർ ഉള്ളൂ.
അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ 6ാമത്തെ സംസ്ഥാനമായ മധ്യപ്രദേശ് വരെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നാനോ കാറും കൊണ്ട്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ നമ്മൾ നേരെ തമിഴ്നാട്ടിൽ പോയി അവിടുന്ന് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. തമിഴ്നാട്ടിൽ നിന്ന് നേരെ ആന്ധ്രാപ്രദേശ് കയറി. ആന്ധ്രയിൽ നിന്ന് നമ്മൾ നേരെ തെലങ്കാന പോയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മൾ നേരെ മധ്യപ്രദേശ് കയറി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഏതാണ്ട് കുറഞ്ഞ ദൂരം കൂടി ഉള്ളൂ. അതായത് 2000 കിലോമീറ്ററിൻ്റെ ചോടേ ഉള്ളൂ നമുക്ക് ശ്രീനഗറിന് വരുന്നത്. അപ്പോൾ ശ്രീനഗർ ചെന്നിട്ട് വേണം നമുക്ക് അവിടുന്ന് ലഡാക്ക് പോയി വരാൻ. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ പ്ലാൻ ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് വഴി തിരിയേണ്ടി വരും. പ്ലാനുകൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മഴയുള്ള സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഉത്തരാഖണ്ഡ് ഭാഗങ്ങളിലൊക്കെ കയറിയിട്ട് ലഡാക്ക് കയറാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇപ്പം ലഡാക്ക് കയറിക്കോ, അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് അവിടേക്ക് പോയാൽ മതി, കവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ജസ്റ്റ് മാറ്റിയത് കേട്ടോ, പോയി. പക്ഷെ കുറെ പേര് നമ്മളെ വിചാരിച്ചേക്കുന്നത് നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെയല്ല കേട്ടോ. നല്ല വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നതാണ് വേറൊരു സത്യാവസ്ഥ. അപ്പോൾ നമ്മളങ്ങനെ മധ്യപ്രദേശിലെ ബോർഗൗൺ എന്ന് പറയുന്ന ഒരു ടൗണിൽ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു എന്നാണ് മാപ്പിൽ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴും വെള്ളമൊന്നും കാണുന്നില്ല. പക്ഷെ മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞായിരിക്കും. അതെ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തയിലേ, ഇവരുടെ വാർത്തയാണ്, പക്ഷെ എനിക്കത് ഭാഷ മനസ്സിലായില്ല. പക്ഷെ സീൻ മനസ്സിലായി. കാരണം മധ്യപ്രദേശ് ആണെന്നും വെള്ളപ്പൊക്കമാണെന്നും ഭയങ്കരമായിട്ട് ടൗണിലൊക്കെ ഇങ്ങനെ ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കുക. 2 നില ബിൽഡിങ്ങിന്റെ ഒക്കെ ഇവിടെ ഒന്നും അങ്ങനെ വെള്ളം പൊങ്ങിയതായിട്ടൊന്നും തോന്നുന്നില്ല, ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ടൗണിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ മധ്യപ്രദേശിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ റേറ്റ് ഉണ്ടോ, ഡീസലിന് 93 രൂപ, പെട്രോളിനാണെങ്കിൽ 107 രൂപ 99 പൈസ. അത് നമ്മുടെ നാട്ടിലെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. ഇനി ഏതിൻ്റെ അടി? ആ പശുവിൻ്റെ കുഞ്ഞിനെ വേണോ? എവിടെ കേറ്റുപടി വണ്ടിയില്? സ്ഥലം ഇല്ലല്ലോ, കാരിയർ ഉണ്ടായിരുന്നു, മേളിലെങ്കിലും കേറ്റായിരുന്നു. അല്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. അപ്പൊ കേൾക്കുന്ന ഡയലോഗുകളാണ് ഇതൊക്കെ. സീനായല്ലോ. നമ്മുടെ കളർ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കുട്ടനാണോ? വീട്ടിലൊരു പശു ഉണ്ടായിരുന്നേ, അതിനെ കുഞ്ഞാറ്റെ കുട്ടാന്നാ വിളിച്ചത്. ഇത് കുട്ടനാണോ കുട്ടിയാണോ അറിയില്ല. വാ, എന്തായാലും നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാട്ടോ. ഇതിലെങ്ങനെ വാ, ഈ സൈഡിൽ കൂടി വാ. ഇതിൽ വീടല്ലേ, തെന്നാൻ സാധ്യത കാണുന്നു. കണ്ടു, രണ്ടുപേര് വരുന്നവരെയൊക്കെ നമ്മൾ പണ്ട് കല്യാണ വീട്ടിലൊക്കെ ചെല്ലാൻ മനസ്സി ഈ പനിനീര് തളിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയിൽ നിൽക്കുക കേട്ടോ രണ്ടുപേര്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് കഴിക്കാമല്ലോ നോക്കാം. ആൻസിക്ക് ഇപ്പം അടി കിട്ടിയാലേ ഞങ്ങൾ കടയിൽ കയറിയിട്ട് താലി അതെന്താന്നറിയോ, മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര, ഗോവ, അവിടെയൊക്കെ താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ നമ്മുടെ ചോറും കറികളെല്ലാം കേട്ട് തരും. ഇവിടെ താലി പുള്ളിക്കാരി എന്താ പറയാ, താലി എന്ന് പറഞ്ഞാലേ കല്യാണം. ഞാൻ ചോദിച്ചോണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന് കാണിച്ചു കൊടുക്കാനേ. ഒന്നെങ്കിൽ ഫ്രണ്ടിലുണ്ടാവും അല്ലെങ്കിൽ ബാക്കിലുണ്ടാവും സ്പെഷ്യൽ താലി. അപ്പൊ ഇതെന്ത് ഇരിക്കുന്നത്? ചേച്ചി സീമന്തത്തിന് മാത്രമേ താലി എന്ന് പറയുന്നത്. സീമന്തത്തിനാണ് ഇവിടെ താലി കൊടുക്കുള്ളൂ എന്നാണ്. അതും അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ വെജ് പുലാവ് വന്നു കേട്ടോ. ചേച്ചിനകത്ത് താലി ഇല്ലാന്ന് നമ്മളത് പറഞ്ഞെങ്കിൽ ഇവിടെ താലി ഉണ്ട്. അങ്ങനെയല്ല, നമ്മള് ആദ്യം നമ്മൾ പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലായില്ല. ഞാൻ ട്രാൻസ്ലേറ്റർ എടുത്ത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾ പുലാവ് പറഞ്ഞതുകൊണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിപ്പോയി, താലി ഇവിടെ ഉണ്ടെന്ന്. നമ്മൾ താലി എന്നല്ല പറഞ്ഞു. പറയുന്നതിൽ എന്തെങ്കിലും പ്രൊണൗൺസിയേഷന്റെ വ്യത്യാസം ഉണ്ടോ? പിന്നെ ഒരു ചേട്ടൻ ചോദിക്കുകയാണ്, ആൻസി ഒരു അനിയന് അല്ലെങ്കിൽ ഒരു അനിയത്തി, മകൾ എപ്പോഴാണ് വരിക? അപ്പൊ ആ ചേട്ടന് ഞാനിവിടെ കമന്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്നെ പരലോകത്തേക്ക് എത്തിക്കണല്ലോ ചേട്ടന്. ആഗ്രഹവും ചെറുതൊന്നല്ലോ. ഇങ്ങനെ ഫുഡ് എങ്ങനെയുണ്ടടി? അതെന്താടി സാധനം? കോളിഫ്ലവർ. വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ. ചിക്കൻ അല്ല,
അയ്യോ അതൊന്നും പറയരുതോ ഇത് കുഞ്ഞാക്ക് അത് പനീറാട്ടോ പറയും. പന്നിന്ന് പറയുന്നത് അവിടെ എങ്ങനെയുണ്ട് ചേട്ടി? അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. നല്ല മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് മഴ. പക്ഷെ ചൂടിന് ഒരു കുറവും ഇല്ല കേട്ടോ, നല്ല ചൂടാണ്. എത്രയൊക്കെ മഴ പെയ്തിട്ടും ചൂടിന് മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മളങ്ങനെ മധ്യപ്രദേശില് സൗസർ എന്ന് പറയുന്ന ഒരു ടൗണിൽ കൂടിയാണ് കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ ആൻസിക്ക് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മധ്യപ്രദേശ് അതായത് സെന്റർ പ്രദേശ് എന്ന് പറയില്ലേ, നമ്മുടെ ഇന്ത്യന്റെ ശരിക്കും സെന്ററാണ് ഇത്. സെന്ററിലെ ഒരു വലിയ ഇതാണ് നമ്മുടെ മധ്യപ്രദേശ് എന്ന് പറയാം. ചേട്ടാ എല്ലായിടത്തേക്കും പോലീസുകാർ വരെ റോങ് വേ വരുന്നത്. അപ്പൊ അതാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. UP എന്ന് പറയുന്നത് എന്താണ്? ഉത്തർപ്രദേശ്. മനസ്സിലായോ? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മളൊരു ചോളം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന കേട്ടോ. ഇത് സ്വീറ്റ് കോണും ഉണ്ട്, അല്ലാത്ത സാധാ കോണും ഉണ്ട്. അപ്പൊ നമുക്ക് ആ കോണ് വാങ്ങാൻ നമ്മൾ ഇറങ്ങിയത്. ഇതാണ് കോണ്. അപ്പായി പറഞ്ഞ അങ്ങനെ ദേ മഴ തല പുള്ളിലിടും, മഴ പെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ചേച്ചീൻ്റെ അടുത്ത് വെച്ച് വീഡിയോ എടുത്തോട്ട് ധൈര്യമായിട്ട് എടുത്തോന്ന് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ചുട്ടതാണ് മേടിക്കുന്നത്. പുഴുങ്ങിയതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷേ പുഴുങ്ങിയതില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചുട്ടത് എടുക്കാം. ഇതുണ്ടോ, ഒരു കമ്പ് കുത്തിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ കുഞ്ഞാറ്റേ? സൂപ്പറാണോ ചേട്ടേ? സാധാരണ ഇതിനകത്ത് മുളക് പൊടി ഉപ്പും കൂടെ തിരുമ്മി തരില്ലേ? എന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഉപ്പ് പൊടിയില്ലേ, ഉപ്പ് പൊടിയിലേക്ക് ഒരു നാരങ്ങ പിഴിയും. അപ്പൊ ആ ഉപ്പിന്റെ കളർ ജസ്റ്റ് ഒരു റെഡിഷ് കളർ പോലെ വരും. അതും നോക്കും. അതേപോലെ തന്നെ ഇന്നലെ നമുക്ക് മുളക് പൊടിയല്ലേ തന്നെ മഹാരാഷ്ട്രയിൽ വെച്ചിട്ട്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പച്ചമുളകില്ലേ, നമ്മുടെ പച്ചമുളക് അരച്ചിട്ട് ഒരു ചമ്മന്തി, ആ സാധനവും കൂട്ടിയാണ് ഇത് തിന്നാ. ഇന്നലെ മുളക് പൊടി ഇട്ടതിനെ ഞാൻ എങ്ങനെ മൊത്തം എരിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കരിമുളകിന്റെ ചമ്മന്തിയൊക്കെ ആകുമ്പോ പൊളിക്കും. ഞാൻ ആ ചേച്ചീന്റെ അടുത്തേ ചേച്ചി വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു. വീഡിയോ പെണ്ണാനേ പെട്ടെന്ന് എടുക്കുന്നത്, കാരണം അവർക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പല ആൾക്കാരും. നമ്മളിപ്പോ ഈ ന്യൂസിലൊക്കെ കാണുന്ന പോലെ അല്ല, സ്നേഹമുള്ള ആൾക്കാരാ. പക്ഷെ ചിലപ്പോ അങ്ങനെയുള്ളവരും കാണും. അത് ചിലപ്പോ ഇതുപോലെയുള്ള ആൾക്കാർക്ക് വെറുതെ ഒരു ചീത്തപ്പേര്. രസമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ, നല്ലൊരു പച്ചപ്പ്. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയോ? കജൽവാനി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഒരു പ്രത്യേകതരം പച്ചപ്പുണ്ട്. അത് നമുക്ക് മധ്യപ്രദേശ് കയറി കഴിയുമ്പോ എപ്പോഴും ഉള്ള ഒരു ഇതാണത്. പക്ഷെ മഹാരാഷ്ട്രയിൽ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൈഡ് വഴി കയറി വേഗം പോരല്ലേ, അതുകൊണ്ടാണ്. ഇത് കണ്ടോ, രണ്ട് സൈഡിലും ഫുള്ള് മുളയാട്ടോ. കറക്റ്റ് ഞങ്ങളെ നാട്ടില് വയനാട്ടിലുള്ളവർക്ക് അറിയാം. ഇപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതെ, ന്യൂസിലൊക്കെ എപ്പോഴും കാണിക്കും. അതെ, നെല്ലാർച്ചാൽ എന്ന് പറയും. അവിടെ ഇതുപോലെയാണ്, രണ്ട് സൈഡിലും ഇതുപോലെ നല്ല അടിപൊളി പച്ച കളറിൽ ഇങ്ങനെ നിൽക്കും. അവിടെ കൂടെ പോകുമ്പോ തന്നെ ഒരു പ്രത്യേകത ഭംഗി. ഇപ്പൊ നമുക്ക് നാട്ടിലെത്തിയൊരു സുഖമുണ്ട് കേട്ടോ. ആൻസി, ഇതാണ് ശരിക്കും മധ്യപ്രദേശിന്റെ ഒരു ഭംഗി അല്ലേ? ഇതേപോലെ മൊട്ടക്കുന്നുകൾ കണ്ടവാനുണ്ട്. ഊട്ടിയൊക്കെ പോയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഇത് ചെറിയൊരു മഴയൊക്കെ പെയ്തു, ചെറിയൊരു ചാറ്റലും ഇത് വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. ഇത് നേരെ റോഡിന്റെ അപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ അതേ അവസ്ഥ തന്നെ. നമ്മുടെ നാനോക്കുട്ടിന് ഇവിടെ കിടപ്പുണ്ട്. കൊച്ചു വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങും കേട്ടോ. അത് ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തുനിന്ന് അങ്ങ് പോകാത്ത. ഇതെന്തായാലും സംഭവം പൊളിയല്ല ആൻസി. വല്ലാത്ത ഭംഗിയാണ് ഈ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങൾക്ക്. നമ്മൾ പണ്ടാണെങ്കിലും കേറിയപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ അതെ, നല്ല അടിപൊളി പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഈ പച്ചപ്പിന്റെ വേളി കൂടി ഇങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? അല്ല അതുപോലെ നമ്മൾ ഈ AC ഇട്ട് വണ്ടിക്കകത്ത് കൂടി ഇരിക്കുന്നോണ്ടേ എനിക്ക് കറക്റ്റ് ഊട്ടിയൊക്കെ പോയ ഒരു ഫീല്. അല്ല, നല്ല ആടുകളൊക്കെ പോകുന്നതാണ്, നല്ലൊരു ഭംഗിയുണ്ട്. നമുക്ക് പോയാലോ? നമ്മള് ഹൈവേയിൽ തന്നെ കയറണം കേട്ടോ. ഇനി ഇതാണ് ജസ്റ്റ് ഹൈവേ ഇങ്ങോട്ട് ഇറങ്ങിയത്. അതായത് ഹൈവേന്റെ രണ്ട് സൈഡാണ് ഇത്രയും ഭംഗി. നമ്മുടെ ആദ്യത്തെ നേപ്പാൾ യാത്രയിലേ നമ്മൾ ഈ സംസ്ഥാനത്ത് ഒരാളെ പരിചയപ്പെട്ടിരുന്നു, ഓർമ്മയുണ്ടോ? ടീച്ചറല്ലേ? അതെ, എന്നെ പോലെ ഇരിക്കുന്നേന്നൊക്കെ പറഞ്ഞ ആ ഫാമിലി. പക്ഷെ നമ്മൾ ഇങ്ങേ അറ്റത്ത് കൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നില്ലേ? നമുക്ക് അവരൊന്ന് വിളിക്കായിരുന്നു. പിന്നെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അതെ, നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ഒരു അവസരം തന്നു. അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞങ്ങൾക്ക് പൊതുവേ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. റോഡ് കുഴിക്കാണല്ലോ, എന്തെങ്കിലും പൈപ്പിന്റെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. റോഡിന്റെ നടുക്കൊക്കെ നമ്മുടെ നാട്ടില് സൈഡിൽ കൂടെയൊക്കെ കുഴിക്കുന്നത്, നടുക്കേ കുഴിക്കുക. പോലീസാണോ? അല്ലല്ലോ, പോലീസാണോ? സൈഡില് ഇരുന്ന് പോലീസ് വണ്ടി ഓടിക്കുവോ? ഹൈവേ ആയിരിക്കും. ഹൈവേ അതോറിറ്റിന്റെ എന്തോ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പൊ നമ്മള് മധ്യപ്രദേശിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കള്ളന്മാരുടെ ഏരിയയാണ്, സൂക്ഷിക്കണം, അങ്ങനെയാണ് പറയുന്നത്. നമ്മളടുത്ത് ഇവിടെ തന്നെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. അന്ന് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാ ഇവിടെ വരെ എത്തിയെന്നൊക്കെയാണ് ടീച്ചർ ഞങ്ങളോട് ചോദിച്ചത്. അന്ന് നമ്മളൊരു വൈകുന്നേര സമയത്താണ് നമ്മള് രാത്രി അങ്ങോട്ടായി പമ്പ് കിട്ടാണ്ടായിട്ട്. പമ്പ് കിട്ടാണ്ട് ഞങ്ങള് ലാസ്റ്റ് എത്തിപ്പെട്ടപ്പോഴാണ് ആ ചേട്ടൻ ഞങ്ങളോട് വന്ന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ടും പോകേണ്ട സ്ഥലമാണ്. ചുമ്മാ ഫോൺ അടിച്ചിട്ട് വളവൊന്നും നോക്കുന്നില്ല. അതുമല്ല ഇവിടെ വേറെ സീൻ എന്താണെന്നറിയോ? പമ്പുകളില്ല, എല്ലാം ശോകം പമ്പുകളാട്ടോ. ഇപ്പൊ ഒരു 24 മണിക്കൂർ പമ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ എത്തം പറയാ ഇനി എന്താ അവസ്ഥ എന്നുള്ളത്. കാണിക്കുന്നത് ഫോട്ടോസ് ഒക്കെ നല്ല ക്ലിയർ ഫോട്ടോസ് ആണ്, നല്ല വൃത്തിയുള്ള ഫോട്ടോ ഒക്കെയാണ്. എന്തായാലും നമുക്ക് അവിടെ എത്തുമ്പോ മാത്രം അറിയാം. അതെ, പോയി നോക്കാം നമുക്ക് എന്തായാലും. നമ്മൾ മധ്യപ്രദേശിന്റെ ഒരു ഉൾഗ്രാമത്തിൽ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, കറക്റ്റ് ഓടിട്ട പെരകള്. വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും റോഡ് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ കുശലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലേക്കൊക്കെ ഇപ്പൊ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കുറച്ച് പ്രായമായ ആൾക്കാരെല്ലാരും ഒരു ടൗണിൽ ഇങ്ങനെ ഒത്തുകൂടി കഥകളൊക്കെ പറഞ്ഞ്, അതെ, കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീല്. ഇവിടെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് എല്ലാരും അങ്ങനെയൊക്കെ കഥയും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ചായക്കടകളിലാണ് കൂടുതലും ആൾക്കാർ അങ്ങനെ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി സൈഡാക്കിയതാ കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം പൊങ്ങിയിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ നോക്കിയേ, ഈ വീടിൻ്റെയൊക്കെ അവിടം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയത്ത്. അപ്പോൾ നമുക്ക് ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം, നമുക്ക് വീട്ടിലൊന്ന് കയറിക്കോട്ടെ എൻ്റെ സെറ്റപ്പ്. ഇതൊരു വേറൊരു ഗാവിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇത് കണ്ടോ, ഹായ് ഹായ് ബോലോ, ഹായ് ഹായ്. ഫാൻസി കൊച്ചിനെ അവിടെ എടുക്കുന്നുണ്ട്. ലോക്കാക്കല്ല് അപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല, തുറന്നിട്ടേക്കുന്നത്. ആര് നന്നായി. ഫാൻസി നമുക്ക് ചെറിയ പണി വന്നിട്ടുണ്ട് കേട്ടോ, ഡോറ് ലോക്കാക്കിയിട്ട് ഇറങ്ങി വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെയൊക്കെ വീട്. आपका नाम क्या है? രവിവർമ്മ ചേട്ടൻ്റെ വീടാട്ടോ ഇത്. കൊച്ചു നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയോ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ലോക്ക് തുറക്കുന്നത് പരിപാടിയിൽ നോക്കി നോക്കാം കേട്ടോ. കുഞ്ഞാറ്റ വണ്ടിക്കകത്തുണ്ട്, അവിടെ പോയി. ഞാനേ നിങ്ങൾ വണ്ടിയിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് താക്കോൽ ഊരാത്തായിരുന്നു. കുഞ്ഞാറ്റെ തുറക്ക്. ആൻസി എന്ത്, ഞാൻ എൻ്റെ കയ്യിലായിരിക്കും താക്കോലെന്ന് പറഞ്ഞ് ആൻസി പൂട്ടിയിട്ട് ഇങ്ങോട്ട് നോക്കടി നിനക്കിട്ട്. വണ്ടി ലോക്കാക്കാത്തോട് രക്ഷപ്പെട്ടുട്ടോ. ലാസ്റ്റ് കൊച്ചു വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, കൊച്ചു വന്നിട്ട് ഗ്ലാസ് താത്തി. ഞാനപ്പോൾ താക്കോൽ ഓഫാക്കാത്ത നന്നായി. ഒരു ചേട്ടന്മാരൊക്കെ ഡോറ് ലോക്കായതുകൊണ്ട് ഇറങ്ങി വന്നു കേട്ടോ. ആൻസി ഇന്ന് നിനക്ക് തെറി ഉറപ്പാടി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവരെ വീട് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാട്ടോ. അന്നേരമാണ് ഈ പണി ഒപ്പിച്ചു വെച്ചത് ആൻസി. നമ്മൾ പിന്നെ കൊച്ചിനെ ആദ്യം ഇതൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ, ഇല്ലെങ്കിൽ പെട്ടുപോയ നമ്മളിപ്പോൾ. ഈ വീട്ടിലുള്ളവരാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. ഞാൻ കാരണം ഒന്ന് ഞെട്ടി, ഞാൻ ഒറ്റൊരാൾ കാരണം. ഈ ചേട്ടൻ ഈ വീട്ടിലേക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നേ. അപ്പോഴാണ് ഞാൻ പോയി ലോക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങണത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ വീടിനുള്ളൊന്ന് പോയി കാണാവേ. ഇതുണ്ടോ, ഈ വീടിൻ്റെ ഒരു പകുതി വരെ കളറ് കണ്ടോ, അവിടെ വരെ വെള്ളം കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എഫക്റ്റ് ചെയ്തത് ആ സ്ഥലം. വെള്ളമൊക്കെ ഇതൊക്കെ അതിൻ്റെയൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, കാരണം അവരുടെ ലേഡീസിനെ അങ്ങനെ പുറത്തോട്ട് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ഉണ്ട്, ഞങ്ങളേക്ക് എടുത്തു, അതൊന്നും കുഴപ്പമില്ല, വീടിൻ്റെ ഉള്ളിലേക്ക് കയറരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് കയറാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. അവർ പറയുന്നത് സേഫ് നഹി ഹൈ.
ഓ ലേഡീസിന് ഈ വഴി സേഫ് അല്ല എന്നിട്ടോ പറയണേ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. കൊന്നുകളയുന്ന എന്നാ പോവാ. ഓക്കെ നമുക്ക് പോവാം. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടെ പോകുന്നു കേട്ടോ. കാരണം പുള്ളി പറയുന്നത് ഇവിടെ ലേഡീസിനെയൊക്കെ കൊല്ലും. പക്ഷെ ഞാൻ നോക്കിട്ട് പുറത്തൊക്കെ ലേഡീസ് നിപ്പുണ്ട്. പുള്ളി പറയുന്നത് തള്ളാണോ അതോ സത്യമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ സ്റ്റോറി കേട്ടപ്പോ നമ്മൾ ആകെ പേടിച്ചു. അതാണ് സത്യാവസ്ഥ. പക്ഷെ ഇവിടെയാണെങ്കിൽ കുറേ ലോഡ്ജിന്റെ ഇത് കാണിക്കുന്നുണ്ട്. പമ്പിലൊക്കെ അതും കൂടി കേട്ടപ്പോ ഞങ്ങൾക്ക് പമ്പിൽ നിൽക്കാനുള്ള കംപ്ലീറ്റ് ധൈര്യം പോയി. കാരണം മധ്യപ്രദേശ് നമുക്ക് ഓൾറെഡി ഒരു ടെൻഷനുള്ള സ്ഥലം തന്നെയാണ് മധ്യപ്രദേശ്. അപ്പൊ നമുക്ക് വല്ല റൂം തന്നെ നോക്കിയാലോ ഏട്ടേ. റൂം നമുക്ക് കുറച്ചേ എന്താ പറയാ കുറച്ച് സേഫ്റ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന സൈസ് റൂം എടുത്താൽ മതി. റേറ്റ് നോക്കണ്ട. രണ്ട് എനിക്കൊന്ന് നേഴ്സുമാരാണ് തോന്നുന്നു അല്ലേ. നേഴ്സുമാരായിട്ടുള്ള 2 ചേച്ചിമാരെ ഇവിടെ പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഞങ്ങൾ അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറയാം നിങ്ങളോട് ആരാതൊക്കെ പറഞ്ഞേ ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റും റൂംസും കൂടെ നടത്തുന്നവരുടെ ഉണ്ട്. നിങ്ങൾ പോയിട്ട് അവിടെ റൂം എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് ഫാമിലിക്കൊക്കെ പറ്റിയതാണ്. അച്ചാഹെന്ന് പുള്ളിക്കാരി 100 വട്ടം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമെല്ലാം എടുത്തു. റൂമൊക്കെ അടിപൊളി റൂമാണ്. 1500 രൂപയാണ് ഇവിടെ റൂമിന്. AC റൂം ഉണ്ടോ, ഇവിടെ നോൺ AC റൂമില്ല. 1500 അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇവിടെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി വെച്ച് നിങ്ങൾ മാരീഡ് ആണോ കപ്പിൾസ് ആണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാരീഡ് ആണ്. ഞാൻ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ കൊച്ചുണ്ടല്ലോ അപ്പോൾ ചോദിക്കും. കാരണം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ ചേട്ടന്മാർ പറഞ്ഞ സംഭവം കറക്റ്റ് തന്നെയാണ്. അതായത് അപ്പോൾ ഒരു കാര്യം പറയട്ടെ കേട്ടോ. അതായത് ഇവിടെ ഈ ഏരിയയിൽ താമസിച്ചിരുന്ന ഒരു ചേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ചേട്ടൻ്റെ വൈഫുമായിട്ട് ഈ ഫ്രണ്ടിന് ചെറിയൊരു ബന്ധം. അപ്പോൾ ആ ബന്ധം ഈ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആ ചേട്ടനെ അറിഞ്ഞു. അത് ഇയാളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വേറെ എവിടെ നിന്ന് വന്ന കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അറിഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആ ചേട്ടൻ അറിഞ്ഞപ്പോൾ ആ പുള്ളി എന്ത് ചെയ്തു, പുള്ളീൻ്റെ വൈഫിനെ കൊന്നു. അതാണ് ശരിക്കും സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് കണ്ണ് അന്താടിച്ചിട്ട് ചോദിക്കുക അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു തന്നെ അപ്പോൾ സംഭവം ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെയാണ്. എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിച്ചോളാം, അത്രേ ഉള്ളൂ. എന്തായാലും റൂം ഞാനത് കാണിച്ചു തരാം. കുളിക്കണം. അതെ, ഭക്ഷണം. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ടൗണ് കാണാം കേട്ടോ. അതായത് ഈ ടൗണിൽ തന്നെ താമസിച്ചിരുന്ന ചേട്ടനാണ്. ഞാൻ കൂടുതൽ വിവരം പിന്നെ അധികം അങ്ങോട്ട് ചോദിക്കാൻ നിന്നില്ല, എന്തിനാ വെറുതെ അല്ലേ. അതുകൊണ്ട് ഹോട്ടലിൻ്റെ ഓണറൊക്കെ വന്ന് നോക്കുന്നുണ്ട്. സേഫ് ആണോ അല്ലോ. അത്ര പുറമേന്ന് വന്ന ആളെ അല്ല. പക്ഷെ ഇനിയിപ്പോൾ ഇത് ഇത്ര അറിഞ്ഞുകൊണ്ട് എനിക്ക് പറയുന്നത് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാനാണ് തോന്നുന്നത്. അതായത് മധ്യപ്രദേശിൽ നിന്ന് മൊത്തത്തിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതെ അതെ, പിന്നെ ജാതി പ്രശ്നമുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസിൽ വന്നൊരു ഇത് വരെയുണ്ട്. ഒരാള്, അത് കുറച്ച് നാളുകൾക്ക് മുന്നുള്ള ന്യൂസാണേ. ഒരു പാവപ്പെട്ട ഒരാളിങ്ങനെ ഇരിക്കുകയായിരുന്നു. മറ്റൊരാൾ, ഒരു മുന്തിയ ജാതിയിലുള്ള ഒരാൾ വന്നിട്ട് യൂറിൻ ആ പാവപ്പെട്ട ആളെ മേത്തേക്ക് ഒഴിച്ചു. അങ്ങനെ ലാസ്റ്റ് അതൊരു കേസായി, വലിയ കേസായി. പിന്നെ അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. പിന്നെ കല്യാണത്തിന്റെ അന്ന് ഭാര്യയും ഭർത്താവും ആവാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കിടയിൽ എന്തോ ഒരു ഇഷ്യൂ ആയി. അവർ രണ്ടുപേരും വിഷം കഴിച്ചു. അതിൽ ഭർത്താവ് ആവാൻ പോകുന്ന ആള് മരിച്ചു, ഭാര്യ ആവാൻ പോകുന്ന ആൾക്ക് അന്നൊക്കെ സീരിയസ്. പിന്നെ വാർത്തകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് കേസുള്ള സ്ഥലമാണിത് മധ്യപ്രദേശ്. അവിടെയാണ് നമ്മളിപ്പോൾ പോണം. എത്രയും പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം അല്ലേ. നാളെ രാവിലെ വേഗം നെറ്റ് പോകട്ടോ. നേരത്തെ എഴുന്നേറ്റ് പോകണം. റൂം എടുത്തേപ്പോഴേ കുറച്ച് ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു സ്വഭാവം. വേണ്ട, നാളെ നമുക്ക് നേരത്തെ ആയിട്ട് പോവാം. ഇങ്ങനെ ചില ന്യൂസുകളെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലത്തും. ഞാൻ കൂടുതൽ ഇങ്ങനെയാന്ന് പറയാം, ഞാൻ കൂടുതൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ന്യൂസ് കുറേയൊക്കെ ഞാൻ കാണും. അപ്പൊ ഞാൻ കണ്ട് കുറേ ന്യൂസുകൾ എൻ്റെ മനസ്സിൽ മധ്യപ്രദേശിനെ പറ്റി ഇപ്പോഴും പണ്ട് മുതലേ ഉണ്ട്. അപ്പം മധ്യപ്രദേശിന് മാത്രമല്ല, നമുക്ക് പിന്നെ ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരാൾക്കാർക്ക് ഉണ്ടായ ഒരു അനുഭവം നമുക്ക് ഒരിക്കലും ഗ്രാമത്തിലേക്ക് വിശ്വസിച്ച് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ആ ചേട്ടൻ തന്നെ പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ പുള്ളിയുടെ വീട്ടിൽ നിന്നോളാനാണ് പറഞ്ഞത്.
വിശ്വസിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഫുൾ വെള്ളത്തിലാണ്. വെള്ളത്തിലാണ് നമ്മൾ ഇറങ്ങി പോയല്ലോ എന്നോർത്ത് പിന്നെ ഞങ്ങൾ ചാടി കയറി. 2 മിനിറ്റോട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് വണ്ടി ഒന്ന് ഞാനായിട്ട് അടിച്ചു പോയി. അതിന്റെ ഒരു ടെൻഷനും കൂടി അല്ല, അത് ടെൻഷൻ അടിക്കാനില്ല, അതെനിക്കറിയാം. നമുക്ക് ഞങ്ങൾ ഇതെല്ലാം ഏകദേശം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു നെറ്റ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ലോക്ക് ഇതാക്കാൻ പറ്റാത്തത്. പക്ഷെ നമ്മളൊരു കുറച്ച് പ്രാവശ്യം കൊണ്ട് അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലോക്ക് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇന്നിപ്പോ കൊച്ചതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. പക്ഷെ കൊച്ചിന് അറിയാം, കൊച്ചു തന്നെ വന്ന് ഗ്ലാസ് താത്തി ഞങ്ങൾ ഡോർ തുറന്നു. ഇത്രയും പ്രശ്നം ഉണ്ടായുള്ളൂ. അല്ലെങ്കിൽ ഇത് പിന്നെ നമുക്ക് ആകെ സീനായത്. അല്ലെങ്കിൽ പിന്നെ ഗ്ലാസിന്റെ സൈഡിൽ കൂടി അല്ലെങ്കിൽ പിന്നെ ഗ്ലാസിന്റെ ബീഡിങ് ഊരിട്ട് അതിന്റെ സൈഡിൽ കൂടി ലോക്കിട്ട് തട്ടണം. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനത്തെ സ്കെയിലോ കമ്പിയോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടണം. അവിടെ ഗ്രാമമാണ്, നമുക്ക് അതൊന്നും കിട്ടാനുള്ള വകയൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോന്റെ വിശേഷങ്ങൾ. അപ്പോൾ വരും വീഡിയോസിൽ അതെ പരിപാടി ചെയ്യണം. അപ്പൊ ഇന്ന് റൂം എടുക്കാണ്ടായ കാരണങ്ങളും നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ ആ ഒരു പേടിയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. മനുഷ്യനല്ലേ പുള്ളേ, പേടിയോ? അതെ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് ഒരു പേടിയില്ല. നമ്മളിപ്പോ ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതെ, കാരണം ആണുങ്ങളാണ് പെണ്ണുങ്ങളാണെന്നൊന്നും ഇതിലൊരു ഇതില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കള്ള് കുടിച്ചിട്ട് മറ്റൊരാൾ കള്ള് കുടിക്കാതെയാണ് നിൽക്കുന്നെങ്കിൽ ചുമ്മാ ചിലപ്പോൾ കള്ള് കുടിച്ചിട്ടുള്ള ആള് കച്ചറണ്ടാക്കാൻ വരാം. അതിലും ചില കർശവിഷമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്, ടാറ്റ, സ്വീറ്റ് ഡ്രീംസ്. ടാറ്റ കൊടുക്കടി കുഞ്ഞാറ്റെ, ഒരു ടാറ്റ.